റേഡിയോ മാറ്റിലി 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റിലി, മാറ്റത്തിന്റെ ശംഖുലി. ചരിത്രമെഴുതി വിശ്വനാഥൻ. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥന്റെ വിശേഷങ്ങൾ. അവസാന ഭാഗം. നിർവഹണം പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റനീഷ് ആര്യപ്പള്ളിൽ. കൽപ്പറ്റ നഗരസഭയിലെ എടകുനി വാർഡിൽ നിന്ന് ജനറൽ സീറ്റിൽ 196 വോട്ടിന് വിജയിച്ച് കൽപ്പറ്റയുടെ നഗരസഭാധ്യക്ഷനായി മാറിയ പി വിശ്വനാഥന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുപ്രവർത്തകനിൽ നിന്ന് കൽപ്പറ്റയുടെ നാഥനായി മാറിയ പി വിശ്വനാഥന്റെ വിശേഷങ്ങളുടെ അവസാന ഭാഗം. അതുപോലെ തന്നെ താങ്കളുടെ ഈ നേട്ടമെന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭരണരംഗത്തേക്ക് വരാൻ മടിക്കുന്ന ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ ഗോത്ര വിഭാഗങ്ങളിലുള്ള യുവാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പൊതുപ്രവർത്തന മേഖലയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങണം എന്നുള്ളത് പൊതുപ്രവർത്തന രംഗത്തേക്ക് മടിച്ചിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരിക്കലും മടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് നമ്മളെ ഉണ്ടാവൂ എന്നൊരു ചിന്താഗതി ആദ്യം വേണം. ഇപ്പോഴും ഒരു അപേക്ഷാ ഫോറം വായിക്കാനും എഴുതാനും അറിയായിരിക്കും. പക്ഷെ അത് എങ്ങനെ എഴുതണം, ആർക്ക് എഴുതണം, ഏത് മാർഗത്തിലൂടെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ കൽപ്പറ്റ നഗരസഭ സെക്രട്ടറിക്കാണ് ഒരു അപേക്ഷ എഴുതണമെങ്കിൽ ആദ്യം സെക്രട്ടറിയുടെ അഡ്രസ്സ് വെച്ചിട്ടാണല്ലോ എഴുതേണ്ടത്. അത് എന്താവശ്യത്തിന് വേണ്ടി, അങ്ങനെ ആവശ്യങ്ങൾക്ക് എഴുതാൻ ഇപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് ആദ്യം തന്നെ മാറ്റം വരണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ നന്നായി വായിച്ചാൽ തന്നെ ഒരുപാട് അറിവുകൾ അതിലൂടെ കിട്ടും. അതുപോലെ തന്നെ പ്രസംഗങ്ങൾ കേൾക്കുക. നമ്മൾ ഒരു പൊതു പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക. പ്രസംഗം കേൾക്കാനൊക്കെ ആദിവാസികൾക്ക് ഭയങ്കര മടിയാണ്, മുന്നിൽ ചെന്ന് ഇരുന്ന് കൊടുക്കാൻ. ഒരു 10 പ്രസംഗത്തും കേട്ടാലേ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമെങ്കിലും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. പൊതുപരിപാടിയിൽ പങ്കെടുക്കുക. കൂടുതലും ഉത്സവ രംഗത്തേക്ക് മാത്രമാണ് ആദിവാസികൾ കലാകായിക രംഗത്തേക്ക് കൂടുതലും വരുന്നുണ്ട്. പക്ഷേ അതിലൂടെ നമുക്ക് അറിവുകളും നേടിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അറിവുകളാണ് നമുക്ക് മുതൽക്കൂട്ടായി മാറുക. പൊതുരംഗത്തേക്കൊക്കെ തീർച്ചയായും വരണം. കുറച്ച് പേർക്കൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, അതും നമ്മൾ കാണേണ്ടതുണ്ട്. അവസരങ്ങൾ ലഭിക്കുന്നില്ല, പിന്നെ എന്താ പറയുക, സമ്പാദ്യം കയ്യിലില്ല. കാരണം കയ്യിലില്ലാത്തത് പണമാണല്ലോ. ആ പണമില്ലാത്തതിൻ്റെ കുറവ് നല്ല രീതിയിൽ ആദിവാസികളുടെ കയ്യിലുണ്ട്. ആദിവാസിയുടെ കൈകളിൽ പണമുണ്ടെങ്കിൽ ശരിക്കും ജനറൽ വിഭാഗം എങ്ങനെയാണോ ജീവിച്ച് വരുന്നത് അതുപോലെ ആദിവാസികളും ജീവിക്കും. അതിന് കൃത്യമായ ഒരു തൊഴിലാണ് മുന്നോട്ട് വേണ്ടത്. ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിന്നും ഇപ്പോൾ ഒരു നഗരസഭയുടെ അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു നഗരസഭയുടെ മുഴുവൻ ഉത്തരവാദിത്വവും എത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ ഒരുപാട് രാഷ്ട്രീയ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ യാത്രയെ നോക്കിക്കാണുന്നത്? രാഷ്ട്രീയ യാത്ര ഇനിയും തുടരും, പൊതുപ്രവർത്തനവും തുടരും. എന്നെ ജയിപ്പിച്ച രാഷ്ട്രീയം എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു ഭരണകർത്താവായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ എന്നെ ജയിപ്പിച്ച ആ രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് ആശയങ്ങൾ വെക്കുക, എന്തൊക്കെ, എങ്ങനെയൊക്കെ, എവിടെയൊക്കെ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഈ 30 വാർഡിലെയും കൗൺസിലേഴ്സിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ വാർഡിനെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമം തുടരും. ഈ പൊതുപ്രവർത്തന രംഗത്ത് വരുമ്പോഴും മറ്റേതെങ്കിലും മേഖലകളിലൊക്കെ ജോലി ചെയ്തിരുന്നുവോ? പൊതുപ്രവർത്തനമാണോ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യാത്ത ജോലികളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്താണ് അമ്മ പണിസ്ഥലത്ത് നിന്നും പരിക്ക് പറ്റി വയ്യാതാവുന്നത്. അപ്പം അച്ഛൻ മാത്രമാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാനും എൻ്റെ പെങ്ങളും പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടി അച്ഛന് ഞങ്ങളുടെ കാര്യം നോക്കാനല്ല, അമ്മയുടെ മരുന്നിൻ്റെ കാര്യം നോക്കാനല്ല, അങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ പഠനം നിർത്തിയിട്ട് അച്ഛൻ്റെ കൂടെ കൂലിപ്പണിക്കിറങ്ങി. അമ്മയുടെ ചികിത്സാ കാര്യവും അന്നൊന്നും ഇത്ര വലിയൊരു സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാ കാര്യം ഓടിയെത്താനും
ചികിത്സേൻ്റെ കാര്യം നടത്താനൊന്നും. എല്ലാം നമ്മൾ തന്നെ മുന്നോട്ട് നയിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠനം നിർത്തി, അച്ഛൻ്റെ കൂടെ കൂലിപ്പണിക്കിറങ്ങി. അച്ഛന് ആ സമയത്ത് പഠനം നിർത്തിയതിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു സഹായകമായി മാറിയിട്ടുണ്ട്. ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങിയത് കൂടാതെ ആ സമയത്തും ഒരു തൊഴിലിന് വേണ്ടി അന്വേഷണം നടന്നിരുന്നു. ഒരു പട്ടാളക്കാരനാവണം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് നടക്കാതെ പോയതും അമ്മ തന്നെയാണ് കാരണം. അമ്മയെ കുറ്റപ്പെടുത്തുകയല്ല, അമ്മയുടെ ആഗ്രഹം മക്കളെന്നും അമ്മയുടെ കൂടെ ഉണ്ടാവണം എന്നതായിരുന്നു. ഞാൻ കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ആർമിയുടെ. അതിൽ പങ്കെടുത്ത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പാസ്സായി വന്നിരുന്നു. പാസ്സായി വന്നപ്പോൾ അവിടെ നിന്നും ഫിസിക്കൽ പാസ്സായി വയനാടിന് പുറത്ത് മറ്റൊരു ജില്ലയിലേക്ക് ക്യാമ്പിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. ആ ക്യാമ്പിൽ പോകണമെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതപത്രം വേണമായിരുന്നു. അതിൽ അച്ഛൻ ഒപ്പിട്ട് തന്നു, പക്ഷെ അമ്മ ഒരു കാരണവശാലും ഒപ്പിട്ട് തന്നില്ല. അങ്ങനെ ആ ആർമിയുടെ ക്യാമ്പിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പട്ടാളക്കാരനാവാനെന്നുള്ളൊരു ആഗ്രഹം അവിടെ നിലച്ചുപോയി. അങ്ങനെ എന്താ പറയുക, അമ്മയോട് ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല. പത്രക്കട്ടിങ്ങിൽ നിന്നും കിട്ടിയ ഒരു അറിവ് വെച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി യഥാർത്ഥത്തിൽ. അങ്ങനെ ചാലക്കുടിയിൽ എത്തിപ്പെട്ടു വീടുകളിലേക്ക് സെയിൽസ്മാനായിട്ട് കുറേ ബാഗിൽ കുറേ സാധനങ്ങൾ വീട്ടുപകരണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ജോലി ചെയ്തു. ഒരു 1.5 വർഷക്കാലം അങ്ങനെ. പിന്നെ ഒരു ദിവസം അമ്മ ഫോൺ ചെയ്തപ്പോൾ ഞാനും അമ്മയും ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നില്ല, പിന്നെയും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും കൂലിപ്പണിക്ക് തന്നെ ഇറങ്ങി. എന്തൊക്കെ പണി കിട്ടുമോ ആ പണിക്കൊക്കെ പോയി. ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഞാനിപ്പോൾ നഗരസഭ അധ്യക്ഷനായിരിക്കുന്ന ആ നഗരസഭയ്ക്കുള്ളിൽ കണ്ടിജൻ്റ് ജീവനക്കാരനായിട്ട് ഡ്രൈനേജ് വൃത്തിയാക്കാൻ വരെ ഞാൻ പോയിട്ടുണ്ട്. അത്രയും കഷ്ടതകൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് എന്തായാലും ഇപ്പോൾ ഒരു വിജയത്തിലാണ് ഉള്ളത്. അപ്പം ഈ നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ കുടുംബത്തിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ ഇപ്പോൾ ഉണ്ടോ? കാരണം ഒരു പൊതുപ്രവർത്തകനാവുക എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് പല കാര്യങ്ങൾക്കും നമ്മളെ കിട്ടാത്തൊരവസ്ഥ വരാറുണ്ടല്ലോ. അപ്പോൾ സജീവ പൊതുപ്രവർത്തകനായിട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ പൊതുരംഗത്തേക്ക് ഇറങ്ങിയതപ്പോൾ തന്നെ ആദ്യ തോതിൽ നല്ല സപ്പോർട്ട് വന്നിരുന്നു. പിന്നീട് ഉത്തരവാദിത്തങ്ങൾ കൂടി വന്നപ്പോൾ വീട്ടുകാർക്ക് തന്നെ എന്താ പറയുക, എന്നെ കിട്ടാത്തതിൽ എന്നോടുള്ള ദേഷ്യം വന്നു തുടങ്ങി. കാരണം ഞാൻ എന്തുണ്ടെങ്കിലും ആദ്യം പൊതുരംഗത്തേക്ക് മുൻഗണന കൊടുക്കും. ആ ഒരു രീതി വന്നപ്പോൾ വീട്ടുകാർക്ക് ചെറിയ അസ്വസ്ഥതകൾ തുടങ്ങി. എന്നിട്ടും അവർ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു ആ ഒരു സമയത്തും. കാരണം ഞാൻ വരുമ്പോഴേക്കും എനിക്കുള്ള ഡ്രസ്സുകൾ അടക്കം അയൺ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥിതി അന്നും ഉണ്ടായിരുന്നു. വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോഴും എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടെങ്കിലും ഞാൻ വീട്ടുകാര്യങ്ങൾ കൃത്യമായി നിറവേറ്റിക്കൊണ്ടിരുന്നു. വീട്ടുകാരുടെ പരാതി എന്നെ കാണാൻ കിട്ടുന്നില്ല എന്നതായിരുന്നു ഏറ്റവും വലിയൊരു പരാതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 2015-20 വരെയുള്ള കൗൺസിലറായ സമയത്ത് അന്ന് കേരളത്തിൽ തന്നെ നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായതെന്ന്. അതിനെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള എന്നെ കിട്ടാത്തതിലുള്ള ഒരു ദേഷ്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നാട്ടുകാർക്ക് വേണ്ടി മാത്രം ഞാൻ നടന്നോ, സ്വന്തം കാര്യങ്ങൾ നോക്കണ്ട എന്ന് പോലും ചിന്താഗതി വന്നു പോയിട്ടുണ്ട്. പക്ഷെ നല്ല പറയുമ്പോഴും നല്ല സപ്പോർട്ട് ആ സമയത്തും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു അധ്യക്ഷ പദവിയിലേക്കൊക്കെ എത്തിയപ്പോൾ വീട്ടുകാർക്ക് നല്ല സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ ആദ്യം തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ വേഗം ഓടിയെത്തിയത്. കാരണം ആ സീറ്റിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാപ്പുറത്തില്ല. അച്ഛനമ്മേനെ കാണണം, പിന്നെ കുടുംബത്തെ കാണണം എന്നുള്ളത്. അങ്ങനെ ഓടി വീട്ടിലേക്ക് എത്തിയ ആ ഒരു വീഡിയോ ആണ് ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ പുറം ലോകം അറിയാനുണ്ടായ കാരണം. കൽപ്പറ്റ നഗരസഭ അധ്യക്ഷനായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇത് വലിയൊരു വാർത്തയായി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? സന്തോഷമുണ്ടായിരുന്നോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം വലിയൊരു വൈറലായി മാറുമെന്ന്. പത്രങ്ങൾ, ചാനലുകൾ, മാധ്യമങ്ങൾ. അവസാനം എനിക്ക് അഭിമാനകരമായി തോന്നിയത് ഇംഗ്ലീഷ് പത്രമായ ഹിന്ദു, ആ പത്രമടക്കം എന്നെ പുറം ലോകത്തേക്ക് അറിയിച്ചു എന്നതാണ്. അത് വളരെയധികം അഭിമാനമാണ്. ഒരാളെ എത്രത്തോളം പുറം ലോകത്തേക്ക് എത്തിക്കാൻ പത്രമാധ്യമങ്ങൾ കാണിച്ച ആ ഒരു ശ്രമം, അവരോടും കൂടി ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്.
ഈ പൊതുപ്രവർത്തനത്തിനൊക്കെ ഇടയിലും അറിയപ്പെടുന്ന ഒരു നാടൻ പാട്ട് കലാകാരൻ കൂടിയാണ് എന്നറിഞ്ഞു. 2 വരി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഞാൻ അത്ര വലിയൊരു ഗായകനൊന്നുമല്ല. എനിക്ക് ചെറിയൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലം മുന്നേ. ഒരു നാടൻ കലാസംഘം, അതായത് കരിന്തണ്ടൻ നാടൻ കലാസംഘം എന്നായിരുന്നു ആ ട്രൂപ്പിൻ്റെ പേര്. ആ ട്രൂപ്പ് ഇപ്പോൾ നിലവിലില്ല. കാരണം പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, വേറെ കുട്ടികളെ ഞങ്ങൾ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടും പിന്നെ ട്രൂപ്പിലുണ്ടായിരുന്ന പല ആളുകളും പിന്നെ വിദേശത്തൊക്കെ പോയതുകൊണ്ട് തന്നെ ആ ട്രൂപ്പ് ഇപ്പോൾ നിലവിലില്ല. എങ്കിലും പുതിയ ട്രൂപ്പൊക്കെ ഉണ്ടാക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നാസിക് ഡോൾ ട്രൂപ്പാണ് കൂടെയുള്ളത്. അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച് വരുന്നുണ്ട്. 3 വർഷക്കാലമായി പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ മകനടക്കം ഈ നാസിക് ഡോൾ ട്രൂപ്പിൽ അംഗമാണ്. പിന്നെ ഈ വട്ടക്കളി, അതുപോലെ തന്നെ തൊടി, ഇതൊന്നും ആദിവാസി കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ജന്മവാസനയാണ്. ആ ജന്മവാസനയിലൂടെ കുട്ടികൾ മുന്നോട്ടേക്ക് അവസരം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മത്സരം ഇനത്തിലേക്ക് പോലും ഈ വട്ടക്കളിയെ കൊണ്ടെത്തിച്ചു. അത് വലിയ ഒരു കാര്യമാണ്. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ സൗണ്ട് വളരെ മോശമാണ്. കാരണം വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് രാവും പകലിങ്ങനെ ഓടിയപ്പോൾ പൊടിയും അതുപോലെ തന്നെ മഞ്ഞൊക്കെ ആയപ്പോൾ കഫക്കെട്ട് വല്ലാതെ പ്രശ്നമാക്കിയിട്ടുണ്ട്. എങ്കിലും ആവുന്നത് പോലെ ശ്രമിച്ചു നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പാടി പിന്നെ വൈറലായി പോയ ആ പാട്ട് മതിയോ? ഈ പാട്ട് ഞാൻ എഴുതിയതോ ഞാൻ പാടിയതോ അല്ല. നമ്മുടെ ഫോക്ലോർ ചെയർമാനായിരുന്ന CJ കുട്ടപ്പൻ സിനിമാ ഗാനങ്ങളും അതുപോലെ തന്നെ വിപ്ലവ ഗാനങ്ങളൊക്കെ എഴുതി പാടിയ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അത് എന്നെ പോലെയുള്ള ആളുകളെ കൃത്യമായി മനസ്സിലാക്കി എഴുതിയതുപോലെ എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് പല വീഡിയോസിലും ഞാൻ ആ പാട്ട് തന്നെ എടുത്തു പാടാനുണ്ടായ കാരണം. ഇവിടെയും അത് തന്നെ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, മീനി കറുത്താലും എങ്ങള് ഉള്ളുവെളുത്തിട്ടാ. മൂറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, മീനി കറുത്താലും എങ്ങള് ഉള്ളുവെളുത്തിട്ടാ. വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ, വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ. കറ്റമെതിച്ചോര ഒരു പിടി വറ്റു കൊതിച്ചോരാ, കറ്റമെതിച്ചോര ഒരു പിടി വറ്റു കൊതിച്ചോരാ. മോറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, മീനി കറുത്താലും എങ്ങള് ഉള്ളുവെളുത്തിട്ടാ. കണ്ണീർ പൂഞ്ചിറയിൽ കനവിൻ തോണി തുഴഞ്ഞോരാ, കണ്ണീർ പൂഞ്ചിറയിൽ കനവിൻ തോണി തുഴഞ്ഞോരാ. ചാകരക്കോണു 2 ചുഴികളെ നീതി ജയിച്ചോരാ, ചാകരക്കോണു 2 ചുഴികളെ നീതി ജയിച്ചോരാ. മോറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, മീനി കറുത്താലും എങ്ങള് ഉള്ളുവെളുത്തിട്ടാ. നീരിനു നേരുവഴി ഇനി മുതൽ പോരിനു പോരുവഴി, നീരിനു നേരുവഴി ഇനി മുതൽ പോരിനു പോരുവഴി. പോയതിന് നേരം നേടിയെടുക്കാൻ എങ്ങള് കണ്ട വഴി, പോയതിന് നേരം നേടിയെടുക്കാൻ എങ്ങള് കണ്ട വഴി. മോറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, മീനി കറുത്താലും എങ്ങള് ഉള്ളുവെളുത്തിട്ടാ. ഈ പദവിയിലിരുന്ന് താങ്കൾക്ക് സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നത് അടുത്ത ചോദ്യമായിട്ട്. അപ്പോൾ അത് ആ പാട്ടിലൂടെ തന്നെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഈ ഒരു ഭരണകാലം കഴിയുമ്പോൾ വിശ്വനാഥൻ എന്ന ഒരു നഗരസഭാ അധ്യക്ഷൻ എങ്ങനെ ആളുകളിൽ ഓർമ്മിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എന്നെ ഒരു വലിയ രീതിയിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും സാധാരണ ഇപ്പോഴെങ്ങനെയാണോ ഞാനുള്ളത് അതുപോലെ തന്നെ എപ്പോഴും എന്നോട് കണ്ടാൽ മിണ്ടാനും വർത്തമാനം പറയാനും എല്ലാ പരിപാടികളിലേക്ക് ക്ഷണിക്കാനും കൂട്ടാനും അങ്ങനെയുള്ളൊരു സാധാരണക്കാരനായി തന്നെ കാണണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഞാനും. കാരണം ഈ പദവി കഴിഞ്ഞാൽ ഉടനെ ഞാൻ എൻ്റെ തൊഴിലിലേക്ക് ഞാൻ ഇറങ്ങും. അത് യാതൊരു മടിയുമില്ല, അത് യാതൊരു കുറ്റബോധവുമില്ല, യാതൊരു എന്താ പറയുക ഒരു അഭിമാന പ്രശ്നമൊന്നും ഞാനതിൽ കാണുന്നില്ല. ഞാൻ ഇപ്പോഴും പിന്നെ ബാങ്കിലെ തൊഴിലാളിയാണ്, കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനും കൂടിയാണ്, നൈറ്റ് വാച്ച്മാനാണ്. ഒഴിവ് നോക്കിയിട്ട്
ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അന്ന് നേരെ വൈകുന്നേരം പോയത് ബാങ്കിലേക്കാണ്. എൻ്റെ തൊഴിലെടുക്കാനാണ് ഞാൻ പോയത്. പിറ്റേ ദിവസം രാവിലെയാണ് ബാങ്ക് തുറന്നു കൊടുത്തിട്ട് എൻ്റെ തൊഴിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് തുടർന്ന് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു കൽപ്പറ്റക്കാരനായി തന്നെ ഞാൻ മുന്നോട്ട് പോകും. ഈ മനസ്സിലെ നന്മയും വെളിച്ചവും ഒക്കെ ഒരു ജനതയ്ക്ക് മുഴുവൻ വെളിച്ചമായി മാറട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റിലിയും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയട്ടെ. എല്ലാവിധ പുതുവത്സര ആശംസകളും നേരുന്നു. ചരിത്രമെഴുതി വിശ്വനാഥൻ. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥന്റെ വിശേഷങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റനീഷ് ആര്യപ്പള്ളിൽ.